ശിഖായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, പിറവിക്കാലം രണ്ടാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. പുൽക്കൂടിൻ്റെ നിസാരതയിൽ വന്നു പിറന്ന ഉണ്ണിയോടൊപ്പമായിരിക്കാനായിട്ട് പിറവിക്കാലം നമ്മെ ക്ഷണിക്കുന്നു. വായിച്ചു കേട്ട സുവിശേഷം വിശുദ്ധ ലൂക്കായിൽ നിന്നാണ്. 2-ാം അധ്യായത്തിലെ 2 സംഭവങ്ങളിലൂടെ നമ്മൾ ഇന്ന് ഒരു യാത്ര നടത്തുകയാണ്. തുടക്ക ചിന്ത ഇതാണ്: ഈശോയെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. ഈജിപ്തിലെ ആദ്യജാതരുടെ രക്തത്താൽ വിമോചിതരായതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇസ്രായേലിലെ ആദ്യജാതരെ ദേവാലയത്തിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവരെ 5 ശെക്കൽ വെള്ളി കൊടുത്ത് തിരികെ വാങ്ങണമെന്നുള്ളതായിരുന്നു നിയമം. പക്ഷേ ഈശോയെ അങ്ങനെ തിരികെ വാങ്ങുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നില്ല. ഒന്നുകിൽ വിജാതീയനായിരുന്ന ലൂക്കായ്ക്ക് ഈ നിയമത്തെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഈശോ നിത്യമായിട്ടും ദൈവപിതാവിന് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് അവനെ തിരികെ വാങ്ങേണ്ടതില്ല എന്നുള്ള സൂചനയായിരിക്കാം. നമ്മളെല്ലാവരും മാമോദീസായിലൂടെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവരാണ്. മാമോദീസായിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചവരാണ്. ഇനി അവരെ നമ്മൾ തിരികെ വാങ്ങേണ്ടതില്ല. അവരിങ്ങനെ ദൈവത്തോടും ദേവാലയത്തോടും സഭയുടെ കൂദാശകളോടും ഒപ്പം ഇങ്ങനെ ചേർന്ന് വളരട്ടെ. അവരെ തിരികെ വാങ്ങേണ്ടതില്ല. അവരെ തിരികെ വാങ്ങുന്ന തരത്തിലുള്ളതോ അവരെ ഈ കൂദാശകളിൽ നിന്നും സഭയിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതുമായ യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കരുത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈശോയെ അവർ ദേവാലയത്തിൽ നിന്ന് തിരികെ വാങ്ങുന്നില്ല. രണ്ടാമതൊരു ചിന്ത വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലെ പരിചയപ്പെടുന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തെ പറ്റിയാണ്. ഈ കുടുംബം നമുക്ക് കൈമാറുന്ന 2 ചിന്തകൾ അത് നമ്മൾ ഉൾപ്പെടുന്ന ഏതൊരു കുടുംബത്തിലെ അംഗങ്ങൾക്കും പ്രാവർത്തികമാക്കാവുന്നതും മാതൃകയാക്കാവുന്നതുമായ കാര്യങ്ങളാണ്. കുടുംബം പങ്കുവയ്ക്കുന്ന ആദ്യത്തെ ചിന്ത നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ്. ഇവരുടെ ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അത് അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൽ നിന്നാണ്. മറിയത്തെ ഒറ്റയ്ക്കാക്കി പോയേക്കാവുന്ന ഏതൊരു അപമാനത്തിലും അവളെ ഉപേക്ഷിക്കുകയില്ല എന്ന യോസേപ്പ് പിതാവിന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. അത് ഭർത്താവായ യോസേപ്പ് ഭാര്യയായ മറിയത്തോട് കാണിക്കുന്ന ഒരാദരവിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. മറിയത്തിനും ഇതേപോലെയുള്ള ഒരു ആദരവ് ഭർത്താവായ യോസേപ്പ് പിതാവിനോടും ഉണ്ടായിരുന്നു. അതാണല്ലോ നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ഈശോയെ കാണാതായി അന്വേഷിച്ചിട്ട് 3-ാം ദിവസം തിരികെ കണ്ടെത്തുമ്പോൾ പരിശുദ്ധ മറിയം പറയുന്ന ഒരു വാചകമുണ്ട്: മകനെ, നിന്റെ പിതാവും ഞാനും. മറിയം ആദ്യം പറയുന്നത് യോസേപ്പ് പിതാവിൻ്റെ പേരാണ്. ഇത് മറിയം എന്ന ഭാര്യ ഭർത്താവായ യോസേപ്പ് പിതാവിന് നൽകുന്ന ബഹുമാനമാണ്. ദമ്പതികൾ പരസ്പരം നൽകുന്ന ബഹുമാനത്തിൽ നിന്നാണ് സ്നേഹം ഉടലെടുക്കുന്നത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളി തനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ജീവിത പങ്കാളിയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഏതൊരു ദാമ്പത്യവും വിശുദ്ധമായിട്ട് തീരും. കുടുംബം പങ്കുവയ്ക്കുന്ന 2-ാമത്തെ ചിന്ത നസ്രത്തിലെ തിരുക്കുടുംബം വിശുദ്ധമായ ചില പതിവുകൾ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധമായ ചില പതിവുകൾ പുലർത്തിയിരുന്ന ഒരു കുടുംബം. അതുകൊണ്ടാണല്ലോ വായിച്ചു കേട്ട സുവിശേഷത്തിൽ മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനത്തിനു വേണ്ടി ഈശോയെ അവർ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയാണ്. ആണ്ടുതോറുമുള്ള പെസഹ തിരുനാളിൽ അവരിങ്ങനെ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ വിശുദ്ധമായ പതിവുകൾ പുലർത്തിയിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് ഈശോ തന്നെ രൂപപ്പെടുത്തുന്നത്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധമായ പതിവുകൾ പുലർത്തുന്ന മാതാപിതാക്കന്മാരിൽ നിന്നാണ് ഇനി ഈശോയെ പോലെയുള്ള മക്കൾ ജനിക്കുന്നത്. വിശുദ്ധമായ പതിവുകൾ പുലർത്തുന്ന മാതാപിതാക്കന്മാരിൽ നിന്നാണ് ഇനി ഈശോയെ പോലെയുള്ള മക്കൾ രൂപപ്പെടുന്നത്. വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.